നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന, നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഏതൊക്കെ സിംറ്റംസ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്? ബേസിക്കലി ഉണങ്ങാത്ത മുറിവ് വായൻ്റെ ഉള്ളിൽ വരാണെങ്കിൽ ആ മുറിവ് നമുക്ക് ആഫ്തസ് അൾസർ എന്ന് പറയും. മൗത്തിൽ വരുന്ന അൾസർ ഉണ്ട്. അത് സാധാരണ എല്ലാവർക്കും വരുന്നതാണ്. ഒരു 2-3 ആഴ്ചയായിട്ട് ആ മുറിവ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അതൊരു ഡോക്ടറെ പോയി കാണിക്കണം. അതാണ് ഒരു ലക്ഷണം. വായയിൽ വരുന്ന ക്യാൻസർ, മുറിവ്, ഉണങ്ങാത്തൊരു മുറിവ്. കാരണമില്ലാതെ വെയിറ്റ് ലോസ്, നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് ഒരു 10%, നമ്മുടെ സ്റ്റാൻഡേർഡ് വെയിറ്റ് ഇപ്പോൾ ഒരു 70 കിലോ ഇല്ല ഒരാൾ, അയാളുടെ ഒരു 10% വെയിറ്റ് ഒരു 6 മാസം കൊണ്ട് പെട്ടെന്ന് വെയിറ്റ് ലോസ് വന്നു. ഒരു കാരണവുമില്ലാതെ ആ 10% 6 മാസത്തിൻ്റെ ഉള്ളിൽ ലോസ് വന്നു. മലത്തിൻ്റെ ഇടയിൽ രക്തം വരുന്നത് അതൊരു കാരണമാണ്. പിന്നെ എന്തെങ്കിലും ശരീരത്തിൽ ഒരു മുഴ വന്നു, ആ മുഴ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നു, പെട്ടെന്ന് സ്പീഡിൽ വ്യാപിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് വരുന്നു, ആ മുഴയിൽ വേദന വരുന്നു. ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്ന ലക്ഷണങ്ങളാണ്. മൂത്രത്തിൽ നമ്മൾ രക്തത്തിൻ്റെ അളവ് കാണുന്നു. പിന്നെ നമ്മൾ ചുമയ്ക്കുമ്പോൾ കുറച്ച് രക്തം വരുമ്പോൾ അത് സ്മോക്കേഴ്സിൻ്റെ ഇടയിലാണ്. നമ്മൾ കുറച്ച് ചുമയ്ക്കുമ്പോൾ കുറച്ച് രക്തം കണ്ട് അപ്പം തന്നെ പോയി ഡോക്ടറെ കാണാനല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം നമുക്ക് ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടിയാണ്, പോയി ടെസ്റ്റ് ചെയ്യണം. ഇതെല്ലാം ക്യാൻസർ ആണെന്നോ, ഇതെല്ലാം പോയി അപ്പം തന്നെ പോയി ടെസ്റ്റ് ചെയ്യണമെന്നോ, നിങ്ങളും അറിയാൻ പറ്റും നമുക്ക് എന്താണെന്ന്. ഒരു ഹൈലൈറ്റ് മോളിൽ നമ്മളെല്ലാവരും ഇവിടെ ഒരു മാസത്തിൽ വന്ന് ചിലവാക്കുന്ന പൈസയല്ലോ ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പോയി ഒരു ഡോക്ടറെ കാണിക്കുക. ആ ഡോക്ടർ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ സിംറ്റംസ് ആണ്. ഉണങ്ങാത്ത മുറിവ്, ഒരു മുഴ പെട്ടെന്ന് സൈസ് വെക്കുന്നു, മലത്തിൽ ബ്ലഡ് വരുന്നു, മൂത്രത്തിൽ ബ്ലഡ് വരുന്നു, പിന്നെ ഒരു മുഴ പെട്ടെന്ന് സൈസ് വയ്ക്കുക മാത്രമല്ല വേദന ഉണ്ടാകുന്നു, അതിൻ്റെ കൂടെ നിർത്താതെ ചുമ, പെട്ടെന്ന് ചുമയില്ലാത്ത ഒരാൾക്ക് ഇതേപോലെ കുറേ സിംറ്റംസ് ഉണ്ടാവും. ഇതെല്ലാം ക്യാൻസർ ആണെന്നല്ല പറയണേ, പക്ഷേ സ്മോക്കേഴ്സിൻ്റെ ഇടയിൽ, മദ്യപിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ നേരത്തെ കാണിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ റിദ്വാൻ്റെ കേസിൽ ആൾക്കാരുടെ 28-27 ഏജിൽ ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്ത ആളുകളാണ്. അപ്പോൾ നമുക്കൊരു പ്രായം പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ അതായത് കുറേയധികം പ്രായം ആവണം ക്യാൻസർ വരണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബൈ ബർത്ത് ഇപ്പോൾ വരുന്നവരുണ്ട്. നമ്മൾ ഏത് പ്രായം തൊട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് തുടങ്ങേണ്ടതുണ്ട്? എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്? ഏതൊക്കെ ഫ്രീക്വൻസിയിലാണ് നമ്മൾ ആ ടെസ്റ്റുകൾ ചെയ്യേണ്ടതെന്നാണ് പറയുക? സ്റ്റാൻഡേർഡായിട്ട് നമ്മളിപ്പം ഈ ഹോൾ ബോഡി ചെക്കപ്പ് എന്ന് പറഞ്ഞ ഒരു ട്രെൻഡ് ഉണ്ട്. ഹോൾ ബോഡി ചെക്കപ്പ് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്തുകൊണ്ട് ക്യാൻസർ കണ്ടുപിടിക്കാം. ഹോൾ ബോഡി ചെക്കപ്പിന് വേറെ പല കാരണങ്ങൾ കൊണ്ടാണ്. ഹോൾ ബോഡി ചെക്കപ്പിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. പക്ഷേ സ്ക്രീനിങ്, ചില ക്യാൻസറുകൾക്ക് സ്ക്രീനിങ് ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിന് സ്ക്രീനിങ് പറയുന്നുണ്ട്. അത് 40 വയസ്സിൻ്റെ മുകളിൽ മാമോഗ്രാം എന്ന് പറഞ്ഞൊരു സ്കാനാണ്. അത് ഹോൾ ബോഡി ചെക്കപ്പ് അല്ല ചെയ്യേണ്ടത്. മാമോഗ്രാം 40 വയസ്സിലുള്ള സ്ത്രീകൾ ബ്രസ്റ്റ് ക്യാൻസറിന് മാമോഗ്രാം ചെയ്യുക. അത് അസുഖം ഉണ്ടായിട്ടല്ല, നമ്മളിപ്പോൾ കാലിക്കറ്റ് മൊത്തം എല്ലാവരും 40 വയസ്സിൻ്റെ മുകളിൽ സ്ത്രീകൾ പോയി മാമോഗ്രാം ചെയ്യുന്നു. അതിനകത്ത് എത്ര പേർക്ക് നേരത്തെ കണ്ടുപിടിക്കുന്നു. പിന്നെ കുടൽ സംബന്ധമായിട്ടുള്ള ക്യാൻസറിന് കൊളനോസ്കോപ്പി ഉണ്ട്. അത് അവർ ജനറലി റെക്കമെൻഡ് ചെയ്യുന്നത് 50 വയസ്സിൻ്റെ മുകളിൽ ചെയ്യാനാണ്. 50 വയസ്സിൻ്റെ മുകളിൽ കൊളനോസ്കോപ്പി ചെയ്യുമ്പം വളരെ തുടക്കത്തിൽ ക്യാൻസർ പോളിപ്പുകൾ കണ്ടുപിടിച്ച് നമുക്ക് അത് അപ്പം തന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് പാപ്പ് സ്മിയറും HPV ടെസ്റ്റിങ്ങുമാണ്. അത് സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയ മുഖത്തിൽ വരുന്ന ക്യാൻസറാണ്. അതിനെപ്പറ്റി കൂടുതൽ ധന്യ മാഡം അതിൻ്റെ സ്ക്രീനിങ്ങിനെ പറ്റി. സ്ത്രീകളിൽ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൽ മാമോഗ്രാമാണ് സ്ക്രീനിങ് ടെസ്റ്റ്. 40 വയസ്സിന് മുകളിൽ ഒരു വർഷത്തിലോ 2 വർഷത്തിലോ ഒരിക്കൽ നമുക്ക് മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കും. അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്വയം സ്തന പരിശോധന എന്ന് പറഞ്ഞാൽ. എല്ലാ സ്ത്രീകളും, പ്രായമായ എല്ലാ സ്ത്രീകളും സ്വയം സ്തന പരിശോധന ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് തന്നെയാണ് അത് പറയുന്നത്. അപ്പോൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എല്ലാ സ്ത്രീകളും മാസത്തിലൊരിക്കൽ, മാസക്കുളി കഴിഞ്ഞ് ഒരു 1 വീക്കോ അല്ലെങ്കിൽ അതിന് മുന്നെയോ ഒരു ദിവസം അതിനു വേണ്ടി മാറ്റിവെച്ച് നമുക്ക് നമ്മുടെ സ്തനം എങ്ങനെയാണെന്ന് പല സ്ത്രീകൾക്കും അറിയില്ല. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തന്നെയാണ് എപ്പോഴും കഴിയുക. അപ്പോൾ അത് സ്ഥിരമായി ചെയ്യുന്ന ഒരാൾക്ക് അതിലെന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കാനും
പൂർണ്ണമായും നമുക്കത് പെട്ടെന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്തത് പറഞ്ഞ് നമുക്കത് വേഗത്തിൽ തന്നെ അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെയുള്ളത് സ്ത്രീകൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സെക്കൻഡ് അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ഗളത്തിലെ ക്യാൻസർ. ഈ ക്യാൻസർ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റുകൾ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പാപ്സ്മിയർ സ്ക്രീനിങ് ടെസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് വേദനയില്ലാതെ തന്നെ ചെയ്യുന്ന ഗർഭാശയ മുഖത്ത് നിന്ന് ഒരു കോശങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ എന്ന് പറയാം. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. അത് സെക്ഷുവലി ആക്റ്റീവായിട്ടുള്ള എല്ലാ സ്ത്രീകളും 30 വയസ്സ് വരെ ഒരു 3 വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ ക്യാൻസറിന് കാരണമെന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷനാണ് 90%. അപ്പോൾ ഈ വൈറസ് ഒരു 10 മുതൽ 30 വർഷം സമയമെടുത്താണ് ഇത് ക്യാൻസറിലേക്ക് വഴിതെളിക്കുന്നത്. ഈ ഇൻഫെക്ഷൻ നമുക്ക് നേരത്തെ ഇപ്പോൾ ഒരു പാപ്സ്മിയർ സ്ക്രീനിങ് ടെസ്റ്റ് ഇപ്പോൾ ഈ ഒരു 10 മുതൽ 30 വർഷത്തിന് എപ്പോഴെങ്കിലും നമ്മൾ ചെയ്താൽ തന്നെ ആ ഇൻഫെക്ഷൻ നേരത്തെ മനസ്സിലാക്കാനും അത് ചികിത്സിച്ച് ഭേദമാക്കിയാൽ ചിലപ്പോൾ അത് ക്യാൻസറിലേക്ക് തന്നെ വഴിതെളിക്കാതെ നമുക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആർക്കാണ് ചെയ്യുന്നത്? ആരോഗ്യമുള്ള ഒരു സിംറ്റവും കാണിക്കാത്ത ആളുകളിൽ ചെയ്യുന്ന ടെസ്റ്റാണ് സ്ക്രീനിങ് ടെസ്റ്റ്. അത് വളരെ കുറച്ച് ക്യാൻസറുകൾക്ക് മാത്രമാണ് ചെയ്യുന്നത്. അത് അങ്ങനെ പല ക്യാൻസറുകളും നമുക്ക് വളരെ ഏർലി സ്റ്റേജിൽ കിട്ടാൻ സാധ്യത കുറവ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ CA സെർവിക്സിന്, CA ബ്രസ്റ്റിന്, ഇപ്പോൾ കോളോറെക്ടൽ ക്യാൻസേഴ്സിന് ഇങ്ങനെ കുറച്ച് ക്യാൻസർക്ക് മാത്രമാണ് സ്ക്രീനിങ് ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമ്മൾ കൃത്യമായി ഉപയോഗിച്ചാൽ ഏറ്റവും കൂടുതലായി കാണുന്ന ഈ ക്യാൻസറുകൾ നമുക്ക് വളരെ ഏർലി സ്റ്റേജിൽ നമുക്ക് കണ്ടെത്താനും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ ഡോക്ടർ റിഫായ്, അതുപോലെ തന്നെ ചില വാക്സിനേഷൻസ് നമ്മൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഈ വാക്സിനേഷൻസ് എത്രമാത്രം ഇഫക്റ്റീവാണ് ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടെന്നാ പറയുക? നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് മെയിനായിട്ട് സെർവൈക്കൽ ക്യാൻസറിന് ഒരു വാക്സിനുണ്ട്. അത് പൊതുവേ വാക്സിൻ നേരത്തെ പറഞ്ഞ പോലെ അത് പ്രിവെൻറ്റീവ് സ്ട്രാറ്റജിയാണ്. നമുക്ക് ക്യാൻസർ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ. അപ്പം മെയിനായിട്ട് ഈ സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയകള ക്യാൻസർസ് ഈ HPV എന്ന് പറഞ്ഞ വൈറസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ HPV വൈറസ് പൊതുവേ സ്ത്രീകൾക്ക് അത് പുരുഷ പാർട്ട്നേഴ്സിനായിരിക്കും യൂഷ്വലി അവർക്ക് HPV വൈറസ് കിട്ടുക. അപ്പം ഈ വാക്സിൻ ഫസ്റ്റ് സെക്സ്വൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്നതിൻ്റെ മുമ്പേ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. യൂഷ്വലി അതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ട്. യൂഷ്വലി 9 to 14 ഇയേഴ്സിൻ്റെ ഉള്ളിലാണ് ഈ വാക്സിൻ എടുക്കേണ്ടത്. ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ HPV ഇൻഫെക്ഷൻ വരുന്നതിൻ്റെ മുമ്പേ തന്നെ അതിന് അഗെയിൻസ്റ്റുള്ള ഒരു ഇമ്മ്യൂണിറ്റി ബോഡിയിലുണ്ടാവും. ആ ഇമ്മ്യൂണിറ്റി കാരണം ഈ വാക്സിൻ ഈ പേഷ്യൻറ്റിന് HPV ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും അത് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് അത് പ്രിവെൻറ്റ് ചെയ്യും, തടയപ്പെടും. അതുവഴി നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സെർവൈക്കൽ ക്യാൻസർ വരുന്നത് തടയും. ഇന്ത്യയിലൊക്കെ പൊതുവേ നമ്മൾ കൂടുതലായിട്ട് സ്ത്രീകൾ കാണുന്ന ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. പക്ഷേ നിങ്ങൾ വിദേശ കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇത് ആൾമോസ്റ്റ് 0 ആണ്. വളരെ നെഗ്ലിജിബിൾ ആയിട്ട് ഈ സെർവൈക്കൽ ക്യാൻസേഴ്സ് കാണുള്ളൂ. കാരണം അവിടെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റി അവെയറാണ്. അവർ വാക്സിൻ എടുക്കുന്നുണ്ട്, അവർ സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. സ്ക്രീനിങ് വഴിയും നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാൻസറാണ്. അപ്പം പാപ്സ്മിയർ ടെസ്റ്റും HPV ടെസ്റ്റും ചെയ്യുകയും ഈ വാക്സിൻ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൾമോസ്റ്റ് 99 to 100% നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ വാക്സിൻ എടുത്തിട്ടും ചെറിയൊരു ചാൻസ് വരാനുണ്ട്. എന്നാലും അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്തിട്ട് അത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വാക്സിൻ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് B വൈറസ് കൊണ്ടുണ്ടാക്കുന്ന ചില ക്യാൻസേഴ്സ്. ഇപ്പം അത് ചൈൽഡ്ഹുഡ് വാക്സിനേഷൻ പ്രോട്ടോക്കോളിലൊക്കെ ഈ ഹെപ്പറ്റൈറ്റിസ് B ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പൊതുവേ എല്ലാവരും ഇപ്പോഴത്തെ പുതിയ ജനറേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് അത് പൊതുവേ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് കാർസിനോമ എന്ന് വെച്ചാൽ ലിവർ ക്യാൻസേഴ്സിനാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. വേറെ പിന്നെ ഈ HPV കോസ് ചെയ്യുന്ന ഓരോരു ക്യാൻസറാണ് ഓറോഫാരിഞ്ചൽ ക്യാൻസേഴ്സ് അഥവാ തൊണ്ടയിലെ ക്യാൻസേഴ്സ്. പിന്നെ നമ്മളുടെ ആണുങ്ങളിലാണെങ്കിൽ പെനൈൽ ക്യാൻസേഴ്സ്, ആനൽ കനാലിൽ വരുന്ന ക്യാൻസേഴ്സ്, അതായത് നമ്മുടെ മലദ്വാരത്തിൻ്റെ അറ്റത്ത് പുറത്തായിട്ട് വരുന്ന ക്യാൻസേഴ്സ്. ഇതെല്ലാം ആണുങ്ങളും ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ പെനൈൽ ക്യാൻസേഴ്സും ഓറോഫാരിഞ്ചൽ ക്യാൻസേഴ്സ് അതൊക്കെ ഈ HPV ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്ന കാരണങ്ങൾ കൊണ്ട്
ഡെവലപ്പ് ചെയ്യുന്ന ക്യാൻസേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു ഡോക്ടർ.